LDF കൊണ്ടുവന്ന സിൽവർ ലൈൻ പദ്ധതി UDF സർക്കാർ റദ്ദാക്കി. പദ്ധതിക്കായി സ്ഥാപിച്ച മഞ്ഞക്കുട്ടികൾ നീക്കം ചെയ്യാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകി. സിൽവർ ലൈൻ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരായി എടുത്ത എല്ലാ കേസുകളും പിൻവലിക്കാൻ കോടതിയോട് ശുപാർശ ചെയ്യാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പിണറായി സർക്കാരിന്റെ അഭിമാന പദ്ധതിയായി കൊണ്ടുവന്നതാണ് തിരുവനന്തപുരം കാസർഗോഡ് സെമി ഹൈസ്പീഡ് റെയിൽവേക്കായുള്ള സിൽവർ ലൈൻ പദ്ധതി. വൻ പ്രതിഷേധമാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പദ്ധതിക്കെതിരെ കേരളത്തിൽ അങ്ങോളമിങ്ങോളം നടന്നത്. പാരിസ്ഥിതികാഘാതവും അപ്രായോഗികതയും ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. അധികാരത്തിലെത്തിയാൽ പദ്ധതി റദ്ദാക്കുമെന്ന് UDF പ്രഖ്യാപിച്ചിരുന്നു. അധികാരത്തിലെത്തി രണ്ടാം മന്ത്രിസഭാ യോഗത്തിലാണ് പദ്ധതി റദ്ദാക്കാനുള്ള തീരുമാനം. പദ്ധതിക്കായി സ്ഥാപിച്ച മഞ്ഞക്കുറ്റികൾ പിഴുതുമാറ്റാൻ റവന്യൂ വകുപ്പിന് മന്ത്രിസഭായോഗം നിർദ്ദേശം നൽകി. പ്രസ്തുത പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. വിവിധ കോടതികളിലും പോലീസ് സ്റ്റേഷനുകളിലും ഒക്കെ നിലനിൽക്കുന്ന കേസുകൾ പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള കോടതിയിലേക്ക് ഗവൺമെന്റ് അതിനുള്ള ശുപാർശ കോടതിക്ക് മുൻപാകെ നമ്മൾ സമർപ്പിക്കാൻ തീരുമാനിച്ചു. സർക്കാർ തീരുമാനത്തെ സമരസമിതി സ്വാഗതം ചെയ്തു. വളരെ സ്വാഗതാർഹമായ തീരുമാനമാണ്. ഞങ്ങൾ ഇന്നലെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് നിവേദനം സമർപ്പിച്ചിരുന്നു. അടുത്ത ക്യാബിനറ്റിൽ തന്നെ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. വളരെ സന്തോഷം. പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് RRTS പദ്ധതിക്കായുള്ള നീക്കവും നടന്നിരുന്നു. എന്നാൽ അതിനും കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നില്ല. ഹൈസ്പീഡ് റെയിലിനെതിരല്ലെന്നും എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. മീഡിയ 1 തിരുവനന്തപുരം.